വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ബേസിക് ക്ലാസ് പാർട്ട് 4ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി സിംബൽസ് ആണ്. നിങ്ങൾ പാർട്ട് 1, 2, 3 കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 4 കാണാവൂ. അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയിലെ ഓരോ വ്യഞ്ജനാക്ഷരങ്ങളും ഇതുപോലെ സ്വരാക്ഷരവുമായി ആഡ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം നമുക്ക് സ്വരമാത്രകൾ, അതായത് ഹിന്ദിയിലെ സിംബൽസ് പരിചയപ്പെടാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹിന്ദി സ്വരാക്ഷരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം മലയാളം സ്വരാക്ഷരങ്ങൾ, അതിനുശേഷം മാത്രകൾ, ഹിന്ദി സിംബൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ എന്ന അക്ഷരത്തിന് ഇവിടെ മാത്ര സിംബൽ, ഇവിടെ പ്രത്യേകിച്ച് സിംബൽസ് ഒന്നുമില്ല. എന്നാൽ ആ എന്ന അക്ഷരം എടുത്താൽ അതിന് റൈറ്റ് സൈഡിൽ ഒരു വരയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കുഞ്ഞു ഡോട്ട് ഡോട്ട് വെച്ചൊരു സീറോ ഉണ്ട്. ഇതുപോലെ ഇത് നിങ്ങൾ ഒരു ഹിന്ദി വ്യഞ്ജനാക്ഷരമായിട്ട് പരിഗണിക്കുക. ഒരക്ഷരത്തിന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ മുകളിലാണോ താഴെയാണോ സിംബൽസ് കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ എന്നാണെങ്കിൽ ഇവിടെ ഒരു വ്യഞ്ജനാക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ ഒരു വര, ഒരു 1 ഇങ്ങനെ എഴുതി കൊടുക്കുക, ഇതുപോലെ. നെക്സ്റ്റ് ഈ ആണെങ്കിലോ, ഈ ആണെങ്കിൽ ഒരക്ഷരത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വള്ളി വരച്ചു കൊടുക്കുക. ദെൻ ഈ ആണെങ്കിൽ ഒരക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ ഈ വള്ളി ഇങ്ങോട്ട് തിരിച്ച് എഴുതി കൊടുക്കുക. ദെൻ ഊ ആണെങ്കിലോ, ഊ ആണെങ്കിൽ നമ്മൾ ഒരക്ഷരത്തിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ എഴുതി കൊടുക്കുക, ഇങ്ങനെ ഒരു സിമ്പൽ. ഈ ഊന്റെ താഴെ ഭാഗത്തുള്ള ഈ സിമ്പൽ തന്നെയാണ് ഇവിടെ ഇങ്ങനെ എഴുതേണ്ടത്. ദെൻ ഊ ആണെങ്കിൽ ഒരു അക്ഷരത്തിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു സിമ്പലാണ് വരച്ചു കൊടുക്കേണ്ടത്. ദെൻ ഇർ ആണെങ്കിൽ ഊ എങ്ങനെയാണോ എഴുതിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇറിന് വരുന്നത്. ഊ ഇങ്ങോട്ട് തിരിച്ചിട്ടാണെങ്കിൽ ഇർ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ചിട്ടാണ്. ദെൻ എ ആണെങ്കിലോ, എ ആണെങ്കിൽ ഒരു അക്ഷരത്തിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചരിഞ്ഞൊരു വര വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഐ ആണെങ്കിലോ ഒരക്ഷരത്തിന്റെ മുകൾ ഭാഗത്ത് ചെരിഞ്ഞ 2 വര, എ വരക്കുന്നത് പോലെ തന്നെ ചെരിഞ്ഞ 2 വര ഇതുപോലെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഓ ആണെങ്കിൽ ഓ എഴുതിയത് പോലെ തന്നെ എങ്ങനെ എഴുതാം, റൈറ്റ് സൈഡിൽ ഒരു വരയും മുകളിൽ ഒരു വരയും. ഓ എഴുതുമ്പോഴും നമ്മൾ ആ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വരയും മുകളിൽ ഇങ്ങനെ ചരിഞ്ഞൊരു വരയുമാണ് വരക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓയുടെ സിമ്പലും വരുന്നത്. നെക്സ്റ്റ് ഔ വരുന്നത് എങ്ങനെയാണ്, ഔ ആണെങ്കിൽ എങ്ങനെ എഴുതാം, റൈറ്റ് സൈഡിൽ ഒരു വരയും മുകളില് ഇങ്ങനെ 2 വരയും ചരിച്ച് വരച്ചു കൊടുക്കുക. ഇവിടെ ഔ എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. ആ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വരയും മുകളിൽ 2 വരയുമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഔവിന്റെ സിമ്പലും വരുന്നത്. നെക്സ്റ്റ് എഴുതിയത് പോലെ തന്നെയാണ്. ആ എഴുതിയതിന്റെ മുകളിൽ ഡോട്ട് വന്നപ്പോഴാണ് വന്നത്. അതുപോലെ തന്നെ ഒരു അക്ഷരത്തിന്റെ മുകളിൽ ഡോട്ട് വരുമ്പോൾ അതിന്റെ എന്ത് ലഭിക്കും, അതിന്റെ സിമ്പൽ ലഭിക്കും. നെക്സ്റ്റ് ഒരക്ഷരത്തിന്റെ എന്നതിന്റെ റൈറ്റ് സൈഡിൽ 2 ഡോട്ട് വെച്ച് കൊടുത്തേക്കാണ്. അതുപോലെ തന്നെ ഒരു വ്യഞ്ജനാക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ 2 ഡോട്ട് ഇട്ട് കൊടുത്താൽ ഈ സിമ്പൽ കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഓരോ മാത്രകളും വ്യഞ്ജനാക്ഷരത്തിൽ ആഡ് ചെയ്ത് പഠിക്കണം. ഒരു വ്യഞ്ജനാക്ഷരത്തിൽ സ്വരമാത്രകൾ ചേർക്കുമ്പോൾ അതിന്റെ ശബ്ദത്തിനും രൂപത്തിലും മാറ്റമുണ്ടാകുന്നു. ആദ്യം നമുക്ക് ക ലെറ്റർ നോക്കാം. ക എന്ന അക്ഷരത്തിന് പ്രത്യേകിച്ച് സിംബൽസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ദെൻ ക എന്ന അക്ഷരത്തിന് ഇതുപോലെ സിമ്പൽ, റൈറ്റ് സൈഡിൽ ഒരു വര, സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ ക ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ക എന്ന ലെറ്ററിനോട് കൂടി ഇതുപോലെ ഈ സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കി കിട്ടുന്നതാണ്. ഇവിടെ ക എന്ന ലെറ്ററിനോട് കൂടി റൈറ്റ് സൈഡിൽ ഒരു വള്ളി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കീ എന്ന ലെറ്റർ കിട്ടും. നെക്സ്റ്റ് ക എന്ന ലെറ്ററിനോട് കൂടി താഴെ ഇതുപോലെ ഉ എന്ന സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കു കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക എന്ന അക്ഷരത്തോടു കൂടി ഇതുപോലെ താഴെ ഉ എന്ന സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കൂ ലെറ്റർ കിട്ടും. നെക്സ്റ്റ് ക എന്ന അക്ഷരത്തിനോടുകൂടി ഇതുപോലെ താഴെ ഇങ്ങനെ ഒരു സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിർ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ക എന്ന അക്ഷരത്തോടു കൂടി ഇതുപോലെ മുകളിൽ ചരിച്ചൊരു വര, എ എന്ന സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക എന്ന അക്ഷരത്തിനോട് കൂടി ഇതുപോലെ മുകളിൽ 2 വര വരച്ച് കൊടുത്താൽ എന്ത് കിട്ടും, കൈ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക എന്ന ലെറ്ററിനോട് കൂടി റൈറ്റ് സൈഡിൽ ഒരു വരയും മുകളിൽ ഒരു വരയും വരക്കുമ്പോൾ കോ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക എന്ന ലെറ്ററിനോട് കൂടി ഈ സിമ്പൽ ആഡ് ചെയ്യുമ്പോൾ കൗ, റൈറ്റ് സൈഡിൽ ഒരു വരയും മുകളിൽ 2 വരയും, കൗ എന്നാണ് കിട്ടുന്നത്. ക എന്ന ലെറ്ററിനോട് കൂടി മുകളിൽ ഒരു ഡോട്ട് വരച്ചു കൊടുത്താൽ എന്താവും, കം. ക എന്ന ലെറ്ററിന്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ 2 ഡോട്ട് വരുമ്പോൾ ക.
ദെൻ ക, കാ, കി, കീ, കു, കൂ, ക്, കെ, കൈ, കോ, കൗ, കം, ക. ഇങ്ങനെ ഓരോ വ്യഞ്ജനാക്ഷരത്തിലും സിമ്പിൾസ് ചേർത്ത് നമ്മൾ പഠിക്കണം. സിമ്പിൾസ് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസിയായി ഹിന്ദിയിലെ ഏത് വേർഡ്സും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. മക്കളെ, നമുക്ക് ഈ വെക്കേഷനിൽ ഹിന്ദി ബേസിക് സ്ട്രോങ് ആക്കണം. കൂടാതെ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഹിന്ദി പാഠപുസ്തകങ്ങളിലെ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നെക്സ്റ്റ് ഖ എന്ന അക്ഷരത്തിലാണ് നമ്മൾ സിമ്പിൾസ് ആഡ് ചെയ്യുന്നത്. ഖ സിമ്പിൾസ് ഒന്നും വേണ്ട. ഖ എന്നതിന് ഇങ്ങനെ ഒരു സിമ്പിൾ ആഡ് ചെയ്യുക. ഖി, ഖീ, ഫു, ഖൂ, ഘ്, ഘെ, ഘൈ, ഖോ, ഖൗ, ഘം, ഘ. വരുന്നത് ഘ എന്നതാണ്. ഘ, ഘ, ആ എന്ന സിമ്പിൾ ആഡ് ചെയ്തു. ഗി, ഗീ, ഗു, ഗൂ, ഗർ, കെ, ഗൈ, ഗോ, ഘൗ, ഘം, ഘ. നെക്സ്റ്റ് ഈ ഘ ഇലാണ് വരുന്നത്. ഘ, ഘ, ഘി, ഘീ, ഘു, ഘൂ, ഘർ, ഘെ, ഘൈ, ഘോ, ഘൗ, ഘം, ഘ. നെക്സ്റ്റ് വരുന്നത് ങ, 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 ങി, ങീ, ങു, ങൂ, ങർ, ങേ, ങൈ, ങോ, ങൗ, ങം, ങ. നെക്സ്റ്റ് നമുക്ക് ഈ സിമ്പിൾസ് ഒക്കെ വെച്ച് കുറച്ച് വേർഡ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ? നോക്കാം. ക, ല, മ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ കലമ എന്നാണോ വായിക്കുക? അല്ല. ക, ല, എന്നാണ് വായിക്കുക. അവസാനത്തെ ലെറ്ററിന് സിമ്പിൾസ് ഒന്നും വന്നില്ല എങ്കിൽ അതൊരു ഹാഫ് പോർഷൻ ആയിട്ടേ റീഡ് ചെയ്യുകയുള്ളൂ. ദെൻ ക, ല, കലം. നെക്സ്റ്റ് ഘി, ഘി, ഗിഡ് ഘീ എന്നാണ്. അവസാനത്തെ ലെറ്റർ സിമ്പിൾ വന്നു, അതുകൊണ്ട് അങ്ങനെ തന്നെ റീഡ് ചെയ്യാം. ഗിഡ് ഘീ, ഗിഡക്കി. നെക്സ്റ്റ് കാ, ര, കാർ എന്നാണ് റീഡ് ചെയ്യുക. കാർ. ഗി, ല എന്നാണ്. ഗിൽ. അവസാനത്തെ ലെറ്റർ സിമ്പിൾസ് വരാത്തത് കൊണ്ടാണ് ഹാഫ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. ഗി, ര, ഗിർ. ഗ, ര, ഗർ. ഗൂ, ര, ഗൂർ. കൂട, കൂട്. കോയ, ല, കോയൽ. ഗേ, ല, ഗേൽ. ഗോല, ഗോൽ. ഗൈർ, ഗൈർ എന്നാണ് റീഡ് ചെയ്യുക. ഗൈർ. കുച്ച, കുച്ച്. കൈസ, കൈസ്. കീല, കീൽ. കോസമ, കോസം. ഇങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ക വർഗത്തിന്റെ സിമ്പിൾസ് മാത്രമാണ് പഠിച്ചത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെയും സിമ്പിൾസ് കൂടി പഠിക്കണം. അപ്പോൾ നമുക്ക് ഹിന്ദിയിലെ എല്ലാ വേർഡ്സും വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.